അശ്വതി MS എന്നൊരു ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. ചേച്ചി പ്ലീസ് ഈ മെസ്സേജ് മറുപടി ഉടനെ പറയണേ. എൻ്റെ ചേച്ചിയുടെ കുഞ്ഞ് മരിച്ചുപോയി. ചിങ്ങത്തിലെ തിരുവോണത്തിനായിരുന്നു അവൻ ജനിച്ചത്. പോയതും ഒരു തിരുവോണ നക്ഷത്രത്തിലായിരുന്നു. അവന് ചെറിയൊരു ഹാർട്ടിനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു മകളുണ്ട്, +2 പഠിക്കുന്നു. മോൻ മരിച്ചതിന് ശേഷം ചേച്ചി ഒരിടത്തും പോയിട്ടില്ല. കഴിഞ്ഞ വർഷം ഒരു മകളുടെ ഒരു ഫ്രണ്ടിൻ്റെ ചേട്ടൻ്റെ കല്യാണം ഗുരുവായൂർ വെച്ച് നടന്നിരുന്നു. അപ്പോൾ ഗുരുവായൂരിലേക്ക് വന്നിരുന്നു. അതിനുശേഷം ചേച്ചി ട്രീറ്റ്മെൻറ്റ് എടുത്ത് കുഞ്ഞുങ്ങൾ ഉണ്ടാവാനായിട്ട് ഒരിക്കൽ അമ്പലത്തിൽ വന്നിരുന്നു. ഇപ്പോൾ ചേച്ചി പ്രഗ്നൻ്റ് ആണ്, 5 മാസമായി. 3 മാസത്തിൽ നടത്തേണ്ട ഒരു ടെസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ജനറ്റിക്കൽ പ്രോബ്ലം അറിയാനുള്ളതാണ്. ബാക്കി എല്ലാ സ്കാനിങ്ങിലും എല്ലാം നോർമലായിരുന്നു. ചേച്ചിക്ക് ഇപ്പോൾ മൂവ്മെൻറ്റ്സ് ഒക്കെ അറിയുന്നുണ്ട്. ട്വിൻസ് ആണ്. ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ആ ടെസ്റ്റ് നടത്തിയപ്പോൾ ചെറിയൊരു പ്രോബ്ലം കാണിക്കുന്നുണ്ട്. ബട്ട് ബാക്കി എല്ലാ റിപ്പോർട്ട്സിലും നോർമൽ ആയതുകൊണ്ട് പേടിക്കണ്ട എന്നാണ് പറഞ്ഞത്. പിന്നെ എന്തോ ഒരു ഫ്ലൂയിഡ് ടെസ്റ്റ് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം, അത് പക്ഷേ റിസ്ക് ആണ്, അബോർഷനാകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ ടെസ്റ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. ഇനി ഹെൽത്തി ആയിട്ടുള്ള ബേബി ഉണ്ടാവാൻ എന്താ ചെയ്യേണ്ടത്? 2 പേരെയും വളരെ ഹെൽത്തി ആയിട്ട് കിട്ടാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ചോദ്യം കേട്ടോ. സന്താനഗോപാല മന്ത്രം ചൊല്ലിക്കോളൂ. ഏതെങ്കിലും മന്ത്രം പറഞ്ഞു തരുമെന്നാണ് പ്രത്യേകമായിട്ട് ചോദിച്ചിരിക്കുന്നത്. സന്താനഗോപാല മന്ത്രം ചൊല്ലിക്കോളൂ. എല്ലാ ദിവസവും മുടങ്ങാതെ, എത്ര വട്ടമൊന്നുമില്ല കേട്ടോ, കഴിയാവുന്ന അത്രയും തവണ ചൊല്ലിക്കോളൂ. സന്താനഗോപാല മന്ത്രം ചൊല്ലിക്കോളൂ. ഒപ്പം നാരായണീയത്തിലെ 38ാമത്തെ ദശകം ചൊല്ലി നമസ്കരിച്ചോളൂ. ശ്രീകൃഷ്ണ അവതാരമാണ്. നമസ്കരിക്കുക പറഞ്ഞാൽ എനിക്കറിയാം ഗർഭിണിക്ക് നമസ്കരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. വെറുതെ തല പൊട്ടിച്ചാൽ മതി കേട്ടോ. പിന്നെ ഈ ചോദ്യം ചോദിച്ച കുട്ടിയും, അതായത് ചേച്ചിക്ക് വേണ്ടി അനിയത്തിയാണ് ചോദിച്ചിരിക്കുന്നത്. അനിയത്തിയും ഈ പറഞ്ഞ 2 കാര്യങ്ങളും ചേച്ചിക്ക് വേണ്ടി ചെയ്തോളൂ കേട്ടോ. എത്ര പേര് പ്രാർത്ഥിക്കുന്നു, കൂട്ടായ പ്രാർത്ഥനയ്ക്കൊക്കെ വലിയ 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 ഫലം ഉണ്ടെന്നാണ് പറയുക. അപ്പോൾ എത്ര പേര് പ്രാർത്ഥിക്കുന്നു അത്രയും നല്ലതല്ലേ. സന്താനഗോപാല മന്ത്രം ദേവകീസുത ഗോവിന്ദ വാസുദേവ ജഗത്പതി ദേഹിമേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗത എന്നുള്ളതാണ്. അത് എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലി നമസ്കരിച്ചോളൂ കേട്ടോ.